ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഇന്ന് കലോത്സവ വേദികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമുണ്ട്, ചവിട്ട് നാടകം. ആനന്ദ കടവുള്ളോനെ ആദി പരപരനെ, ആനന്ദ കടവുള്ളോനെ ആദി പരപരനെ, താം തയ താം താം തരികണ താം തരികണ താം തരികണ താം. അപ്പൊ പെൺകുട്ടികളാണ്, നമ്മൾ ആമ്പിള്ളേരെ പോലെ ചാടി കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ ഉഷാറായി കളിച്ചല്ലോ. എങ്ങനെ, അതായത് ഇതിന് കാല് എങ്ങനെ, നമുക്ക് പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? ഹാർഡായിട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു, നല്ല ഹാർഡായിട്ട്. അതിന്റെ റിസൾട്ട് ചൂടുവെള്ളത്തിൽ രാത്രി കാല് വെച്ചിട്ട് ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരുന്നു ഉള്ളത്. പക്ഷെ അതിന് എത്ര സമയം എടുത്തത് മേക്കപ്പ് ചെയ്യാൻ? താടിയൊക്കെ ഉണ്ടല്ലോ, മേക്കപ്പ് ചെയ്യാൻ 2 മണിക്കൂർ. ഓക്കെ. ഇതെന്താ ഇവരുടേതൊക്കെ ഡിഫറെന്റ് ആയിട്ട്? ഈ താടി എന്താ? രാജാവ്, ഇത് മന്ത്രി. ഇതിനെങ്ങനെയാ സ്റ്റോറി ബേസ് ഉണ്ടോ? ഇതിനെങ്ങനെയാണ് പറയാമോ? കാറസ്മാൻ ചരിതം ആണോ? ഓക്കെ. ഇത് അൽബ്രാത്ത്, ഇത് കാറസ്മാൻ രാജാവ്. അൽബ്രാത്തിന്റെ മന്ത്രി, ഇത് കാറസ്മാന്റെ മന്ത്രി. 1 മണിക്കൂറൊക്കെ എടുത്തോ ഇതിന് സമയം? എങ്ങനെ മേക്കപ്പ് ചെയ്യാൻ? 20 മിനിറ്റ്. കളിക്കാനാ 20 മിനിറ്റ്. 20 മിനിറ്റ് സമയം. ഓക്കെ. അപ്പൊ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചവിട്ട് നാടകം നമ്മൾ ഈ കലോത്സവത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, പുറത്തോട്ടൊന്നും കാണുന്നില്ല, വേറെ പരിപാടിയായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതായത് കലോത്സവത്തിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ, പുറത്തൊന്നും ഈ സംഭവമില്ല. ഈ ഡ്രസ്സും മേക്കപ്പും കുറച്ച് ഹാർഡാണ്, അതുകൊണ്ടാണ്. പിന്നെ കളിക്കാനും മുഴുവനും. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഇത് പുറത്തും ഈ ഒരു സംഭവത്തിൽ ശരിക്കും? ഇത് പോർച്ചുഗീസുകാർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നൊരു കലാരൂപമാണ്. ഇവിടെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം. ചിന്നത്തമ്പി അണ്ണാവി എഴുതിയ പാട്ടില് ഉള്ളൊരു ഇതാണ് ചവിട്ട് നാടകം. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? ഞങ്ങൾ ബെസ്റ്റ് ട്രൈ ചെയ്ത് അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ പറ്റിയോ? കളിക്കാൻ പറ്റി. ഓക്കെ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ? എങ്ങനെയായിരുന്നു? കാലിന് ഭയങ്കര സ്ട്രെസ് കൊടുക്കേണ്ട കളിയാണ്. സ്ട്രെസ് കൊടുത്തിരുന്നു. ഓക്കെ. കുറെ കാലമായോ പ്രാക്ടീസ് തുടങ്ങി? ഒരു 4-5 മാസമായിട്ടുണ്ടാവും. 4-5 മാസമായിട്ടുണ്ടാവും. എന്താ ക്ഷീണായോ? കളിച്ച് നന്നായി ക്ഷീണമായിട്ടുണ്ട്, കാല് നല്ല വേദന ഉണ്ട്. അതെ. ഇപ്പൊ നമ്മുടെ ഈ കലോത്സവത്തിന്റെ വേദിയിൽ മാത്രമാണ് ഈ ഒരു ചവിട്ട് നാടകം കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു മത്സരാർത്ഥികൾ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് പുറത്ത് കലോത്സവത്തിന് അപ്പുറം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കലയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇത് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ഇത് വേറെ എവിടെയും പോയി കളിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പുറത്ത് എവിടെയും പോയി കളിക്കണം? ആഗ്രഹമുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, ഇതിന് വേറെ ആൾക്കാർ വേറെ സ്ഥലത്ത് കളിപ്പിക്കണം എന്നൊക്കെയാണോ? നല്ല ആഗ്രഹമുണ്ട് വേറെ സ്ഥലത്ത് കളിക്കണമെന്ന്. ഒരു സ്റ്റേറ്റ് കലോത്സവം കൊണ്ട് ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ല, ഹൈസ്കൂൾ വിഭാഗമാണ്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ ഈ തവണത്തെ കഴിഞ്ഞ് സോ ഇനി കളിക്കണമൊക്കെ നല്ല ആഗ്രഹം. അതായത് കോളേജിലേക്കും അവിടേക്കൊക്കെ ആയാ നീ ദയവു ചെയ്യാ ചവിട്ടുനാടകം ഒരു പരമ്പരാഗത കലാരൂപമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട പ്രചാരം ഒരു കാലത്ത് കൊടുത്തിരുന്നത് പള്ളികളും പള്ളിക്കൂടങ്ങളുമാണ്. അതല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് ചവിട്ടുനാടകമില്ല. 5 ദിവസം കളിച്ചിരുന്നൊരു കലാരൂപമാണ്. അതിപ്പോൾ 20 മിനിറ്റിലാക്കി സ്കൂൾ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ കേരളത്തിൽ ഒരു പ്രചാരം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇല്ല. ഇപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന ശിഷ്യന്മാർ പഠിച്ചു വരുന്നു, അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നു, അവർ തിരിച്ചു പോകുന്നു, ഗ്രേസ് മാർക്ക് കിട്ടുന്നു. അതവരെ തലയിൽ കിടക്കുന്നതല്ലാതെ അതിലൊരു ബാക്കി പത്രം വരുന്നില്ല. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനുള്ള സാധ്യതകൾ കുറേ വരുന്നുണ്ട്. അതും പള്ളികളും അതേപോലെ തന്നെ പുരാണ കഥകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലങ്ങളും ടൂറിസ്റ്റ് മേഖലകളൊക്കെ കൂടുതൽ ഈ കലാരൂപത്തിൻ്റെ പ്രചാരം നൽകിയാൽ ഇത് കുറച്ചും കൂടി സജീവമാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സാധാരണ ഒരു കലാരൂപം പോലെ ആക്കി മാറ്റേണ്ട കാര്യമില്ല. ഇത് നാടകമുണ്ട്, ഇതിൽ അതേപോലെ അഭിനയങ്ങളുണ്ട്, കളരിപ്പയറ്റുണ്ട്, അതേപോലെ തന്നെ ചുവടുകളുണ്ട്, താളമുണ്ട്, വേഷമുണ്ട്. ഏകദേശം 5 കലാരൂപങ്ങളുടെ ഒരു സമ്മിശ്ര വികാരമാണിത്. അത് കഥകളി, കൂടിയാട്ടം, യക്ഷഗാനം, കളരിപ്പയറ്റ്, ബാലെ. അപ്പോൾ പാശ്ചാത്യ മിഷന്മാർ വന്ന് നാട്ടിലെ കഥകളിയും എല്ലാം കൂടി ചേർന്ന് നടത്തിയ ഒരു മനോഹരമായ കലാരൂപമാണ്. പക്ഷെ അതിന് സ്കൂൾ യുവജനോത്സവത്തിൽ മാത്രം പോരാ,
കുറച്ചും കൂടി അപ്പുറത്തെത്തണം. ഇത് 20 മിനിറ്റിൽ അവസാനിപ്പിക്കുകയാണ്. ഒരു നാടകം പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ആളുകൾ കുറവാണ്. ഇതിൽ തന്നെ കഥ 20 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കുന്നില്ല. അതും ഇതിൻ്റെ അപൂർണതയാണ്. നമുക്ക് നാടകമാണെങ്കിൽ എന്ത് ചെയ്യും, നാടകത്തിൽ ഫുൾ അവതരിപ്പിക്കും. ഒരു നാടകം ഒരു കഥ അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുന്നൊരു കുറവാണ്. ഞാൻ പഠിപ്പിക്കുന്നതിലെല്ലാത്തിലും ഞങ്ങൾ കഥ ഒരു 20 മിനിറ്റ് ആണെങ്കിൽ 20 മിനിറ്റിൽ അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കണം എന്നതാണ് ഇതിൻ്റെ ബാലപാഠം.